2026 തിരി തെളിഞ്ഞു. ഹിൽട്ടൺ കൺവെൻഷൻ സെന്ററിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സനാതനം 2026 കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ KN സുബ്രഹ്മണ്യ അടിക ഉദ്ഘാടനം ചെയ്തു. സനാതനം 2026 ഇതിൻ്റെ ഈ ഒരു സനാതനമായിട്ടുള്ള വേദിയിൽ ഇരിക്കുന്ന എല്ലാ സനാതന അഭിമാനികൾക്കും ഞങ്ങളുടെ നമസ്കാരം. സനാതനധർമ്മത്തിനെതിരായ പ്രവർത്തനം ഇന്ന് സംഘടിതമായ രീതിയിലാണ് നടന്നുവരുന്നതെന്നും ശ്രീ ശങ്കരാചാര്യരുടെ മണ്ണിൽ അതിൻ്റെ തീക്ഷ്ണത കൂടുതലാണെന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ KN സുബ്രഹ്മണ്യ അടിക പറഞ്ഞു. ധർമ്മത്തിന് നിലനിന്നു പോകാനുള്ള ശക്തി സ്വയം ഉണ്ടെങ്കിലും ഓരോ സനാതന വിശ്വാസിയും ധർമ്മം ആചരിച്ചാലേ അതിൻ്റെ ശക്തി വർദ്ധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. സനാതനം സംഘാടക സമിതി ചെയർമാൻ ക്യാപ്റ്റൻ P വേലായുധൻകുട്ടി അധ്യക്ഷത വഹിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങിയ 4ാമത് സനാതനം ധർമ്മദീപ്തി പുരസ്കാരം ഗ്രാമദീപം ദേവിക ടീച്ചർക്ക് ചിദാനന്ദപുരി സ്വാമികൾ സമർപ്പിച്ചു. സനാതനം ആചാര്യനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി സനാതന സന്ദേശം നൽകി. ചിന്മയ വിദ്യാലയ ആചാര്യൻ സ്വാമി ജിതാത്മാനന്ദ സരസ്വതി, പുന്നപ്പാല ശങ്കരാശ്രമ മഠാധിപതി സ്വാമി പരമാനന്ദപുരി, ചെറുകോട് ആഞ്ജനേയാശ്രമം മഠാധിപതി സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി, കൊടശ്ശേരി ശങ്കര സേവാശ്രമം മഠാധിപതി സ്വാമിനി താരാനന്ദപുരി, സ്വാമിനി അമൂല്യാനന്ദ സരസ്വതി, PK വിജയൻ, സനാതന മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് മാഞ്ചേരി നാരായണൻ, ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി N സത്യഭാമ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PV മുരളീധരൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ രാമചന്ദ്രൻ പാണ്ടിക്കാട്, കൺവീനർ PM ശശിഭൂഷൺ, സംയോജകൻ T പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഭഗവത്ഗീത വിജയത്തിലേക്കുള്ള വഴികാട്ടി എന്ന വിഷയത്തിൽ സ്വാമി ജിതാത്മാനന്ദ സരസ്വതിയും ആചാരാനുഷ്ഠാനങ്ങളിലെ അശാസ്ത്രീയത എന്ന വിഷയത്തിൽ ഭഗവത ആചാര്യൻ കൊളത്തൂർ ജയകൃഷ്ണനും പ്രഭാഷണം നടത്തി. K നാരായണൻകുട്ടി, PG ഉദയഭാനു, K പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 5 മണിക്ക് സ്വാമി ചിദാനന്ദപുരിയുടെ സംവാദം, ഭജഗോവിന്ദം അവതരിപ്പിക്കുന്ന ഭജൻസ് എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.